ആൽഫാ സെന്ററിൽ എത്തിയിട്ട് ഞാനിവിടെ എത്തി എന്ന് പറയാൻ, അവിടെ എത്തിയിട്ട് ഹലോ എന്നൊന്ന് വിളിച്ചാൽ 4 വർഷം കഴിഞ്ഞ് ആ ശബ്ദം ഭൂമിയിലെത്തുകയുള്ളൂ എന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. 1 മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടുന്ന അതിശീഘ്ര ദ്രുതഗമന വാഹനത്തിൽ കയറി അവിടെ എത്തണമെങ്കിൽ വർഷങ്ങൾ വേണമെന്നാണ് കണക്ക് പറയുക. ഈ ഭൂമിയാണെങ്കിലോ 9 ഗ്രഹങ്ങളിൽ പെട്ട ഗ്രഹമാണ് ഭൂമി. അതിന്റെ 2 ഭാഗം കടല്, 1 ഭാഗം കര. പസഫിക്കും അന്റാർട്ടിക്കും അറേബ്യൻ മഹാസമുദ്രവും അടങ്ങുന്ന ഈ തലമാലകളാഞ്ഞടിക്കുന്ന ആഴക്കടലുകളിലെ സഹാറ മരുഭൂമി അടങ്ങുന്ന ആമസോൺ കാടുകളുള്ള സൊക്കയാ മരങ്ങൾ നിറഞ്ഞ നയാഗ്ര വെള്ളച്ചാട്ടവും താജ്മഹലിന്റെ മനോഹാരിതയും പാരീസിന്റെ മാദകത്വവും ലോസ് ആഞ്ചലസിന്റെ പച്ചപ്പും ഈ കുത്തബ് മിനാറിന്റെ ഉത്തുംഗതയും താജ്മഹലിന്റെ സൗന്ദര്യവും എന്ന് വേണ്ട കിഴക്കുതിക്കുന്ന സൂര്യൻ, രാത്രിയിൽ കണ്ണിമച്ചന്മാരെ നമ്മളെ മോഹിപ്പിക്കുന്ന ചന്ദ്രന്, ഇടയ്ക്കിടയ്ക്ക് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, തടം തല്ലി തൊടുകുന്ന അരുവികൾ, കൂലം കുത്തിയൊടുകുന്ന വെള്ളച്ചാട്ടങ്ങൾ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ സമുദ്രം, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്ത് കോടാനുകോടി ഗാലക്സികളും നക്ഷത്രങ്ങളും അടങ്ങുന്ന ഈ ദുനിയാവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? ഇത് വളരെ നിസ്സാരമാണ്. ഇതിന്റെ വ്യാപ്തി നിങ്ങൾ കാണണ്ട. ഈ കാണുന്ന എല്ലാ പ്രപഞ്ചവും ഇത് ഏറ്റവും ചെറുതാണ്.